തൊട്ടിപ്പാലം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. തൊട്ടിപ്പാലം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. സത്യത്തിൽ ഈ മസാറിനുള്ള പോരിശ പാടിയാൽ തീരില്ല. നിത്യവും ഈ മണ്ണിലെത്തുന്നോർക്കുന്നുമേ ഇന്നു കണക്കില്ല. സത്യത്തിൽ ഈ മസാറിനുള്ള പോരിശ പാടിയാൽ തീരില്ല. നിത്യവും ഈ മണ്ണിലെത്തുന്നോർക്കുന്നുമേ ഇന്നു കണക്കില്ല. ജാതിക്കും ഭാഷയ്ക്കും വർണ്ണത്തിന്മേനിക്കും ഇവിടെ വിലക്കില്ല. ആദിയാൽ ചാരത്തു വന്നു ഞാൻ കൈകൾ നീട്ടിറതിയല്ല. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. തൊട്ടിപ്പാലം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. അമ്പിയാക്കൾക്കൊരു പിൻഗാമിയായി വന്ന മുത്ത് സയ്യിദോരേ, അമ്പിളി പയ്യുമി മണ്ണിൽ നിന്നെന്നെ വെറുതെ മടക്കല്ല. അമ്പിയാക്കൾക്കൊരു പിൻഗാമിയായി വന്ന മുത്ത് സയ്യിദോരേ, അമ്പിളി പയ്യുമി മണ്ണിൽ നിന്നെന്നെ വെറുതെ മടക്കല്ല. അമ്പാവൻ ഫضലാലെ അവിടത്തെ ഫضലാൽ ഞാൻ ചോദിച്ചാൽ തീരില്ല. അമ്പെ ഇരുട്ടന്റെ കൽബ് തഹൂറാക്കാൻ വേറെ വഴിയില്ല. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. തൊട്ടിപ്പാലം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. നീട്ടാം ഞാൻ കൈകളോ, നീട്ടാം ഞാൻ കൈകളോ, കണ്ണീരാൾ തേടണ തേട്ടം നീ കേട്ടിടണേ. എന്നിലെ നൊമ്പരം കേട്ടുടൻ എന്നില് സ്വാന്തനമേകിടണേ. ആ സ്വാന്തനമേകിടണേ. തൊട്ടിപ്പാലം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. ഈ മഹത്തായ നാടിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹലിന്റെ പ്രിയങ്കരനായ ഖതീബ് പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുള്ള ഫൈദി വളാഞ്ചേരി ഉസ്താദ് അവർകളെ, നമ്മുടെ ഈ നാടിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ മഹലിന്റെ പ്രിയങ്കരനായ നായകൻ പ്രിയപ്പെട്ട സയ്യിദ് VT കുഞ്ഞിക്കോയ തങ്ങൾ അവർകളെ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഉറൂസ് കമ്മിറ്റിയുടെ ട്രഷറർ ഹംസു ഹാജി സാഹിബ്, വർക്കിംഗ് സെക്രട്ടറി സയ്യിദ് സാഹിബ്, പ്രിയപ്പെട്ട ഹാഷിം ഉസ്താദ്, മുഹമ്മദ് ജീലാനി അസ്അദി ഉസ്താദ്, PN അഷ്റഫ് സാഹിബ്, C അബ്ബാസ് സാഹിബ്, A ഹംസ സാഹിബ്, K പരി ഹാജി സാഹിബ്, B ഫിറോസ് സാഹിബ്, KK മുസ്തഫ സാഹിബ്, പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, നമ്മുടെ നാടിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങളിലൊന്നും നേതൃത്വം നൽകുന്ന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, ഖജാൻജി, മറ്റു എക്സിക്യൂട്ടീവ് മെമ്പർമാർ,
നമ്മുടെ ഉറൂസ് മുബാറക്കിന്റെ സ്വാഗത സംഘത്തിന്റെ പ്രിയങ്കരായ നേതാക്കൾ, ഈ വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കൾ, പ്രൗഢമായ ഈ സദസ്സിന്റെ ഉദ്ഘാടന ഭാഷണം നടത്തിയ ഹാഫിൽ മുഹമ്മദ് അഹ്സനി ഉസ്താദ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സർവലോക രക്ഷിതാവിന്റെ പ്രീതി കാംക്ഷിച്ച സജ്ജരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മബംഗന്മാരെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, നാടിന്റെയും ദീനിന്റെയും കാവലാളികളായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന സൽപ്രവർത്തനമായി സ്വീകരിക്കട്ടെ. നമ്മുടെ കൂടെ ജീവിച്ച് നമ്മെ വിട്ട് വിട പറഞ്ഞ പരലോക യാത്രയിൽ നീങ്ങിയ പലരുമുണ്ട്. തൊട്ടടുത്ത ഖബർസ്ഥാനിൽ അവരൊക്കെ കിടപ്പുണ്ട്. പടച്ചവനെ നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകിയ മഹല്ലിന്റെ പൂർവ്വസൂരികളായ നേതാക്കൾ, അവരൊക്കെ നമ്മെ വിട്ട് വിട പറഞ്ഞ ഖബറിൽ കഴിയുമ്പോൾ ഈ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ അവരെ ഓർത്ത് നമുക്ക് ദുആ ചെയ്യണം. പടച്ചവനെ നീ അവർക്കൊക്കെ സ്വർഗഭവനം പകരം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് എന്റെ വന്യരായ ശൈഖുനാ ഉസ്താദ്, നീ അവിടത്തിന്റെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ദർസിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. അവിടെ നിന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ച് വർക്ക് ആരംഭിച്ച അൽ മജ്ദിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാഹ്. സഹകരിച്ചവർ, സഹായിച്ചവർ, അവരെ സഹായിക്കണേ അല്ലാഹ്. മഹാനായ ശൈഖുനാ മൂരിയാട് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. പൊരുത്തമുള്ള മജ്ലിസാക്കി ഇതിനെ മാറ്റണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് നൽകിയത് വലിയ സൗഭാഗ്യമാണ്. പടച്ച റബ്ബ് നമുക്ക് ഈ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിൽ വന്നിരിക്കുവാനുള്ള ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നമ്മെപ്പോലെ ഒരുപാട് നന്മകൾക്ക് സജ്ജരാവേണ്ട പലരും പല രോഗങ്ങൾ കാരണത്താൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. അപകടത്തിൽപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വേദന കടിച്ചമർത്തി ഹോസ്പിറ്റലുകളുടെ മുറികളിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. പടച്ചവൻ അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നാടിനെയും നമ്മെയും അപകടങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകമായ ഈ നശ്വര ജീവിതത്തിൽ നാം താമസിച്ച് നമുക്ക് അല്ലാഹു നൽകിയ ആയുസ് നമ്മിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല പരീക്ഷണങ്ങളും നമ്മുടെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളെ അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ നിൽക്കുന്നവരാരാണോ അവർക്ക് വിജയം ഉറപ്പാണ് എന്നും സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മനോഹരമായ ഉറൂസ് മുബാറക്കിന്റെ സദസ്സിലേക്ക് നമ്മളൊക്കെ കയറി വന്നത് വളരെയേറെ പ്രതീക്ഷയോടുകൂടെയാണ്. ഉറൂസ് മുബാറക്കിന്റെ സദസ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്കറിയാം, താഴ്ഭാഗത്ത് നിന്ന് ഈ മുകളിലേക്കുള്ള റോഡുകൾ ഇങ്ങനെ നടന്ന് നാം ഇങ്ങനെ മുകളിൽ നടന്നു വരുമ്പോ നാം ആരും മനസ്സിൽ ഇത് കയറാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി താഴെ നിന്നില്ല. നമ്മളെല്ലാവരും എത്ര കയറ്റമാണെങ്കിലും അത് കയറി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ് ഈ പാരം പോലെ പരന്നു കിടക്കുന്ന ഈ മഹനീയമായ സദസ്സിലുള്ള മുഴുവൻ മുത്തുമുഅ്മിനീങ്ങളും. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ഈമാനികമായ ചൈതന്യമുണ്ട്. മഹാന്മാരുമായിട്ടുള്ള ഹൃദയബന്ധം നമുക്കുണ്ടായപ്പോ വലിയ വലിയ കയറ്റങ്ങൾ നമുക്കത് പ്രശ്നമായി തോന്നിയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസങ്ങളുടെ കൂടെ ആ പ്രയാസങ്ങൾക്ക് പിറകെ ഒരു എളുപ്പമുണ്ടാകുമെന്ന പുണ്യവചനം അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും. താഴ്ഭാഗത്ത് നിന്ന് നാം ഇങ്ങനെ കുന്നുകയറി ഇവിടെ എത്തിയപ്പോ ഒരുപക്ഷേ ശ്വാസ തടസ്സത്തിന്റെ കാരണമുള്ള പലരും ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ കയറ്റം കയറിയിട്ട് മഹാനായ സയ്യിദ് വർഗളുടെ ദർഗയുടെ ചാരത്തെത്തിയിട്ട് ദുആ ചെയ്താൽ എന്റെ ക്ഷീണങ്ങൾക്കൊരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ വന്ന ധാരാളം ആളുകളുണ്ട്. മഖാമിൽ വന്ന് ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ സിറാജുദ്ദീൻ ബാഖി
ബാക്കവി എന്ന പ്രിയ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞു. കയ്യിൽ ഒരു ഇഞ്ചക്ഷന്റെ ഒരു അടയാളം കണ്ടു. ചോദിച്ചു എന്തേ പ്രശ്നം? പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ശ്വാസ തടസ്സത്തിന്റെ കാരണം കൊണ്ടെന്ന്. ആ പ്രിയ കൂട്ടുകാരനടക്കം ഈ വലിയ കുന്നു കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഈ മജ്‌ലിസിലിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ വന്നാൽ ഞങ്ങളുടെ രോഗങ്ങൾ മാറുമെന്ന്, ഇവിടെ വന്നാൽ ഞങ്ങളുടെ ക്ഷീണങ്ങൾക്ക് അറുതി വരുമെന്ന്. മഹാന്മാരുമായിട്ട് ഹൃദയബന്ധം പുലർത്തുന്നവരെ റബ്ബ് എവിടെയും കൊടുക്കുകയില്ല. കഴിഞ്ഞ വർഷത്തെ ഉറൂസ് മുബാറക്കിൽ നമ്മുടെ മനസ്സിനകത്ത് വെച്ച പല ഹലാലായ മുറാദുകളും പടച്ചവൻ നമുക്ക് സാധിപ്പിച്ചു തന്നില്ലേ? നമ്മെപ്പോലെ ഇതുപോലെയുള്ള സദസ്സുകൾ ലാക്കാക്കേണ്ട, ഒരുമിച്ച് കൂടേണ്ട പലരും പടച്ചവന്റെ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് വിട പറഞ്ഞു പോയവരില്ലേ? വയനാടിന്റെ മണ്ണിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോ ചൂരൽ മലയും മറ്റുള്ള ഓരോ മലകളുടെയും മെടകളിലൂടെ കുത്തിയൊടുകി വന്ന മണലിലൂടെ, ആ പുഴയിലൂടെ, ആ അരുവിയിലൂടെ ആ ഒരു വലിയ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളെ നമ്മൾ ഓർത്തു നോക്കുമ്പോ എത്രയോ മക്കൾ, ബാപ്പ നഷ്ടപ്പെട്ടവർ, ഉമ്മ നഷ്ടപ്പെട്ടവര്, മക്കൾ നഷ്ടപ്പെട്ടവര്, ഭർത്താവ് വിട പറഞ്ഞവര്, ഭാര്യ വിട പറഞ്ഞവര്, ആരുമില്ലാതെ തനിച്ചായ പലരുമുണ്ട്. പടച്ചവന്റെ പരീക്ഷണം അവരിലേക്ക് വന്നപ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട പടപ്പുകളിൽ നിന്ന് പടച്ചവൻ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുത്തിട്ട് പരലോകത്തേക്ക് സ്വർഗത്തിന്റെ ഭവനം പണിത് വെച്ചിട്ടാണ് അവരെ അല്ലാഹു വിളിച്ചത്. എന്നാൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവരെ ഒരപകടവും നമുക്ക് വരരുത്, ദുരന്തം വരരുത്, പെട്ടെന്നുള്ള മരണം വരരുത്, നമ്മുടെ ബാധ്യതകളൊക്കെ നിറവേറണം, എന്നിട്ട് മതി നമ്മുടെ മരണമെന്ന് നമ്മൾ കൊതിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നവരാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുന്ന പരീക്ഷണങ്ങള് പലതും നമ്മുടെ ഇടയിൽ നടക്കുമ്പോ ഒരു ഭാഗത്ത് പകർച്ചപ്പനി ഇങ്ങനെ പടരുകയാണ്, മറ്റൊരു ഭാഗത്ത് മഞ്ഞപ്പിത്തത്തിന്റെ പ്രയാസം കൊണ്ട് പരീക്ഷണം നേരിടുകയാണ്, മറ്റൊരു ഭാഗത്ത് പല പേരുകളിലും ഡെങ്കിപ്പനി പോലെയുള്ള പേരുകളിൽ പല പനികളും വരികയാണ്, വേറൊരു ഭാഗത്ത് കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച എന്തായിരുന്നു? കടലിന്റെ ഓരങ്ങൾ ഇങ്ങനെ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കടലങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ആ കരയിൽ നിൽക്കുന്ന ആളുകൾ കടലിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാണ്. ആ ഭാഗത്ത് ഇപ്പോഴും തിരമാല കരയിലേക്ക് അടിച്ച് വീശുന്നില്ല. അവിടെ നിന്ന് കരയിൽ നിന്ന് കടലങ്ങ് ഇറങ്ങിയിട്ട് ചളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായി ഇപ്പോഴും കോഴിക്കോടുള്ള ബീച്ച് അവിടെ നിലനിൽക്കുമ്പോ പലരും അത്ഭുതത്തോടെ ചോദിക്കുന്ന എന്താണ് ഈ കാണുന്നത്? തൊട്ടപ്പുറത്ത് അങ്ങകലെ നിന്ന് ആഞ്ഞ് വലിഞ്ഞടിച്ച് വരുന്ന തിരമാലകൾ കരയിലിങ്ങനെ ഉമ്മ വെച്ചങ്ങ് താഴെ ഇറങ്ങുമ്പോ കടലിറങ്ങിയ സ്ഥലത്ത് ദൂരെ നിന്ന് തിരമാല ഇങ്ങടുത്തേക്ക് അടിച്ചു വരാത്തൊരവസ്ഥയിലേക്ക് മാറാണ്. ഒരു ശാന്തമായതുപോലെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ്. അവർക്കിപ്പോഴും ഭയമുണ്ട്, ഞങ്ങളെങ്ങാനും ആ താഴ്ഭാഗത്ത് കടലിറങ്ങിയ ഏരിയയിൽ ഇറങ്ങിയിട്ട് അവിടെ ഞങ്ങൾ നിൽക്കുമ്പോഴെങ്ങാനും ഇറങ്ങിയ കടലിങ്ങ് തിരിച്ചു വന്നാൽ തിരമാല കണക്ക് ഉയർന്നു വന്ന് വരുന്ന കടല് അത് ഞങ്ങളെ നക്കിത്തുടച്ചിട്ട് കടലിന്റെ ആഴികളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന ഭയമുണ്ട്. പല പരീക്ഷണങ്ങളും നമ്മുടെ മുന്നിൽ നാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇടയിലേക്ക് ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് പടച്ചവന്റെ മുന്നിൽ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് പാശ്ചാത്തപിച്ചിട്ട് നമ്മൾ മടങ്ങണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. പല പരീക്ഷണങ്ങളും ഇവിടെ വരുമ്പോ ഭൗതിക ലോകം അതിന്റെ കാരണം അന്വേഷിച്ച് പോവുകയാണ്. കൊറോണ വന്നപ്പോ, കത്രീന വന്നപ്പോ, സുനാമി വന്നപ്പോ, പല പ്രളയങ്ങളും വന്നപ്പോ, ജലപ്രളയങ്ങൾ കടന്നു വന്നിട്ട് പുഴകളിൽ നിന്ന് വെള്ളം കയറിയിട്ട് തൊട്ടിപ്പാലം എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലേക്ക്, നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് പല ഭാഗങ്ങളിലേക്ക് വെള്ളം നീങ്ങിയ രംഗം നമ്മൾ മറന്നില്ലല്ലോ. തൊട്ടടുത്ത പല
നാടുകളിൽ നമ്മുടെ ജില്ലയുടെ പലയിടങ്ങളില് പുഴകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ട് പല വീടുകളിലും വെള്ളം കയറിയിട്ട് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ദിവസങ്ങളോളം കഴിഞ്ഞില്ലേ? പല ടൗണുകളിലുള്ള കച്ചവടത്തിന്റെ ബിൽഡിങ്ങുകൾ മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭൗതിക ലോകം കാരണം തേടുകയാണ്. എങ്ങനെയാണ്, എന്താണ് ഇതിനൊക്കെ കാരണമെന്ന് അന്വേഷിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താക്കീത് കാരനായിട്ട് പടച്ച റബ്ബ് നൽകിയ ഒരുപാട് പരീക്ഷണങ്ങളാണത്. നമുക്ക് മഹാനായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം കാര്യങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അറിയണോ പ്രിയപ്പെട്ടവരെ?